ഹലോ സ്റ്റുഡൻസ്, വെൽഡർ ട്രേഡിൻ്റെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് GTAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള അലുമിനിയം ഷീറ്റിൽ T ജോയിന്റ് ഫില്ലറ്റ് വെൽഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കും. ലക്ഷ്യങ്ങൾ. ഈ ടോപ്പിക്കിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും. 150 mm നീളവും 50 mm വീതിയും 1.6 mm കനവും അനുസരിച്ച് ഷീറ്റ് തയ്യാറാക്കുക. ടങ്സ്റ്റൺ ഇലക്ട്രോഡിന്റെയും ഫില്ലർ മെറ്റലിന്റെയും ടൈപ്പും സൈസും സെലക്ട് ചെയ്യുക. പ്ലേറ്റ് T ജോയിന്റായി സജ്ജീകരിച്ച് രണ്ടറ്റത്തും ടാക്ക് വെൽഡ് ചെയ്യുക. ലെഫ്റ്റ് വാർഡ് ടെക്നിക്ക് ഉപയോഗിച്ച് വെൽഡ് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. വെൽഡ് ബീഡിൽ സർഫസ് ഡിഫൻസുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. നമുക്കിപ്പോൾ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കനമുള്ള അലൂമിനിയം ഷീറ്റിൽ ഫില്ലറ്റ് വെൽഡ് T ജോയിന്റിന് ആവശ്യമായ ടൂൾസും മെറ്റീരിയൽസും എന്തെല്ലാമാണെന്ന് നോക്കാം. ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ്: സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, ബോൾ പീൻ ഹാമർ, ട്രൈ സ്ക്വയർ, ടോങ്സ്, സ്റ്റീൽ വയർ ബ്രഷ്, ഫില്ലർ റോഡ്, വെൽഡിംഗ് ടോർച്ച്, കീ ഓർ സ്പാനർ, ഹെൽമെറ്റ് ടൈപ്പ് സ്ക്രീൻ, പ്രീ ഹീറ്ററുള്ള ഗ്യാസ് റെഗുലേറ്ററും ഫ്ലോമീറ്ററും, വെൽഡിംഗ് പവർ സോഴ്സ്, GTAW മെഷീൻ, ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ, ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, റൂട്ട് സ്വിച്ച്, സെന്റർ പഞ്ച്, 2 mm കട്ടിയുള്ള അലൂമിനിയം ഷീറ്റ്. ഇപ്പോൾ നമുക്ക് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് GTAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 2 mm കനമുള്ള അലൂമിനിയം ഷീറ്റിൽ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനായി ഫില്ലറ്റ് വെൽഡ് T ജോയിന്റിന്റെ പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകളെക്കുറിച്ച് നോക്കാം. അപകട സാധ്യതകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ സുരക്ഷാ കണ്ണടകൾ, കയ്യുറകൾ, ഇയർ പ്രൊട്ടക്ഷൻ എന്നിവ പോലുള്ള ഉചിതമായ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ PPE ധരിക്കുക. നല്ല പ്രകാശമുള്ളതും വായുസഞ്ചാരമുള്ളതുമായ വർക്ക് സ്പേസ് ഉണ്ടെന്ന് ഉറപ്പാക്കണം. മാർക്ക് ചെയ്ത് മുറിച്ചെടുക്കാൻ ആവശ്യമായ അളവിൽ 2 mm കട്ടിയുള്ള അലൂമിനിയം ഷീറ്റ് എടുക്കുക. അലൂമിനിയം ഷീറ്റ് വെൽഡിംഗ് ടേബിളിൽ വെക്കുക. ഷീറ്റിൽ അളവുകൾ അടയാളപ്പെടുത്തുന്നതിന് അതിനുള്ള മാർക്കിംഗ് മീഡിയ ഉപയോഗിക്കുക. വെൽഡിംഗ് ടേബിളിൽ മാർക്ക് ചെയ്യുന്നതിനായി ആവശ്യമായ മെഷറിംഗ് എക്യുപ്മെന്റ്സ് റെഡിയാക്കി വെക്കുക. 2 കഷ്ണങ്ങൾ 1.6 mm കട്ടിയുള്ള അലൂമിനിയത്തിൽ 150 mm നീളവും 50 mm വീതിയും കൃത്യമായി അടയാളപ്പെടുത്താൻ ഒരു റൂളർ അല്ലെങ്കിൽ മെഷറിംഗ് ടേപ്പ് ഉപയോഗിക്കുക. വിസിബിൾ ലൈനുകൾ അടയാളപ്പെടുത്തുന്നതിനായി സ്ക്രൈബർ ഉപയോഗിക്കുക. നിങ്ങൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് തുടരുമ്പോൾ അടയാളപ്പെടുത്തിയ കട്ടിംഗ് ലൈനുമായി ഹാൻഡ് ഷെയറിംഗ് മെഷീൻ അലൈൻ ചെയ്യുക. പതുക്കെയും നിയന്ത്രിതവുമായ കട്ടിംഗ് മോഷൻ മികച്ച ഫലം നൽകും. ഇത് ഷീറ്റിന്റെ പരിപരുത്ത അരികുകളുടെ ഡീഫോർമേഷൻ തടയുന്നു. കട്ട് ചെയ്യുന്നത് പൂർത്തിയാക്കിയ ശേഷം സ്മൂത്ത്നെസ്സിനും കൃത്യതയ്ക്കും വേണ്ടി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിന്റെ അറ്റങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. വൃത്തിയുള്ളതും നല്ല ഫിനിഷിംഗും ലഭിക്കുന്നതിന് ആവശ്യമെങ്കിൽ പരുക്കൻ അറ്റങ്ങൾ ഫയൽ ചെയ്യുക. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ജോബ് സർഫസ് വൃത്തിയാക്കുക. അഴുക്ക് നീക്കം ചെയ്യാൻ അസറ്റോൺ അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിച്ചുള്ള കെമിക്കൽ ക്ലീനിംഗ് ചെയ്യുക. GTAW മെഷീന്റെ സജ്ജീകരണം: വെൽഡിംഗ് ടേബിളിന്റെ പവർ കേബിൾ ചെക്ക് ചെയ്യുക. അറ്റങ്ങൾക്കിടയിൽ പവർ കേബിളിൽ കട്ടുകളൊന്നുമില്ല എന്ന് ഉറപ്പാക്കണം. എന്തെങ്കിലും ഡിഫക്ട്സുകൾ കണ്ടാൽ ഉടനടി തിരുത്തുക.
വെൽഡിംഗ് ടോർച്ച് കേബിളിൽ ഡിഫക്ട്സുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വെൽഡിംഗ് ടോർച്ച് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ അത് ചെക്ക് ചെയ്യുക. വെൽഡിംഗ് മിഷൻ ഓൺ ആക്കി വോൾട്ടേജും ആംപിയറും ചെക്ക് ചെയ്യുക. വോൾട്ടേജും ആംപിയറും കറക്റ്റ് ആണെങ്കിൽ വെൽഡിംഗ് പ്രോസസ്സിനായി മിഷൻ സെറ്റപ്പ് ചെയ്യുക. 95% അലൂമിനിയവും 5% സിലിക്കണുമുള്ള അലൂമിനിയം ഫില്ലർ വയർ 1.6 mm തിരഞ്ഞെടുക്കുക. ആംപിയറേജ് 75 മുതൽ 100 ആംപിയറിൽ സജ്ജമാക്കുക. ആർഗോൺ ഗ്യാസിനായി ഗ്യാസ് ഫ്ലോ റേറ്റ് 7 LPM ലിറ്റേഴ്സ് പെർ മിനിറ്റിൽ സജ്ജമാക്കുക. ഒരു സ്കാർഫ് പ്ലേറ്റിൽ ആർക്ക് സ്ട്രൈക്ക് ചെയ്യുക. ടെസ്റ്റുകളെല്ലാം പൂർണ്ണമായാൽ വെൽഡിംഗ് പ്രോസസ് മുന്നോട്ട് കൊണ്ടുപോകാം. വെൽഡിംഗ് ടേബിളിൽ ഫസ്റ്റ് ഷീറ്റ് സെറ്റാക്കി വയ്ക്കുക. സെക്കൻഡ് ഷീറ്റ് ബോട്ടം ഷീറ്റിന്റെ സെന്ററിൽ വയ്ക്കുക. അതായത് ബോട്ടം ഷീറ്റിന് പെർപെൻഡിക്കുലറായി വെക്കണം. 1.6 mm വലിപ്പമുള്ള ടങ്സ്റ്റൺ സെർക്കോണിയം ഇലക്ട്രോഡ് ഉപയോഗിക്കുക. 95% അലൂമിനിയം, 5% സിലിക്കൺ ഫില്ലർ വയർ 1.6 mm തിരഞ്ഞെടുക്കുക. തുല്യ ഇടവേളകളിൽ 50 mm സ്പേസിൽ ടാക്ക് വെൽഡ് ചെയ്യുക. പ്ലേറ്റുകൾ 90 ഡിഗ്രി ഈക്വൽ ടി രൂപപ്പെടുത്താൻ ഇടയാകും. ഇനി ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള അലൂമിനിയം ഷീറ്റിലെ ടി ജോയിന്റിന്റെ വെൽഡിംഗ് പ്രക്രിയ നോക്കാം. വെൽഡിംഗ് ടേബിളിൽ ടാക്ക് വെൽഡ് ചെയ്ത അലൂമിനിയം ഷീറ്റ് ടി ജോയിന്റിന്റെ ഫ്ലാറ്റ് പൊസിഷനിൽ വയ്ക്കുക. വെൽഡിംഗ് പ്രക്രിയ ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വെൽഡിംഗ് ടേബിളിൽ ടാക്ക് വെൽഡ് ചെയ്ത ടി ജോയിന്റ് വർക്ക് പീസ് സ്ഥാപിക്കുക. ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് മെഷീൻ സജ്ജമാക്കുക. പവർ സപ്ലൈ ഇനി പറയുന്ന രീതിയിൽ തിരഞ്ഞെടുക്കുക. ഹീലിയമാണ് ഷീൽഡിംഗ് ഗ്യാസായി ഉപയോഗിക്കുന്നതെങ്കിൽ DCEN-ൽ സെറ്റ് ചെയ്യുക. ആർഗൺ ഒരു ഷീൽഡിംഗ് ഗ്യാസ് ആണെങ്കിൽ ഒരു AC പവർ സോഴ്സ് ഉപയോഗിക്കുക. വെൽഡിങ്ങിന്റെ ഭൂരിഭാഗവും ആർഗൺ ഗ്യാസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ആർഗൺ സിലിണ്ടർ മെഷീന്റെ അടുത്തായി ഒരു ട്രോളിയിൽ സുരക്ഷിതമായ അകലത്തിൽ സൂക്ഷിക്കുക. ആർഗൺ സിലിണ്ടറിന്റെ വാൽവ് ചെക്ക് ചെയ്യുക. ഗ്യാസ് പ്രഷർ തുറന്ന് പരിശോധിക്കാൻ സിലിണ്ടറിന്റെ കീ ഉപയോഗിക്കുക. ആർഗൺ ഗ്യാസ് സിലിണ്ടറിൽ ഗ്യാസ് ഫ്ലോ മീറ്ററും റെഗുലേറ്ററും ഫിക്സ് ചെയ്യുക. എന്തെങ്കിലും ഗ്യാസ് ലീക്കേജ് ഉണ്ടോ എന്നറിയാൻ ഫിക്സഡ് ഗ്യാസ് ഫ്ലോ മീറ്ററും റെഗുലേറ്ററും ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ലീക്കേജ് കണ്ടെത്തിയാൽ ഉടനടി പരിഹരിക്കുക. ഗ്യാസ് ഫ്ലോ കേബിളിന്റെ ഒരറ്റത്ത് ഫിക്സിംഗ് ക്ലാമ്പ് ഉപയോഗിച്ച് റെഗുലേറ്ററിലേക്ക് ഉറപ്പിക്കുക. വെൽഡിംഗ് ടോർച്ച് കേബിളിന്റെ മറ്റേ അറ്റം ഫിക്സ് ചെയ്യുക. 95% അലൂമിനിയം, 5% സിലിക്കൺ അലൂമിനിയം ഫില്ലർ വയർ 1.6 mm തിരഞ്ഞെടുക്കുക. ആംപിയറേജ് സജ്ജീകരിക്കുന്നതിന് മുമ്പ് ക്രമീകരണത്തിനുള്ള മാർഗരേഖയോ യൂസർ മാനുവലോ കാണുന്നത് നല്ലതാണ്. ആംപിയറേജ് 75 മുതൽ 100 ആംപിയറിൽ സജ്ജമാക്കുക. ഗ്യാസ് ഫ്ലോ റേറ്റ് ക്രമീകരിക്കുന്നതിന് ഗ്യാസ് റെഗുലേറ്റർ ഉപയോഗിക്കുക. ഗ്യാസ് ഫ്ലോ റേറ്റ് സജ്ജീകരിക്കുന്നതിന് യൂസർ മാർഗനിർദ്ദേശമോ യൂസർ മാനുവലോ പരിശോധിക്കുന്നത് നല്ലതാണ്. ആർഗോൺ ഗ്യാസിനായി ഗ്യാസ് ഫ്ലോ റേറ്റ് 7 LPM-ൽ സജ്ജമാക്കുക. ഒരു സ്കാർഫ് പ്ലേറ്റിൽ ആർക്ക് സ്ട്രൈക്ക് ചെയ്യുക. വെൽഡ് ബീഡിന്റെ റീഇൻഫോഴ്സ്മെന്റ് ചെക്ക് ചെയ്യുകയും കറക്റ്റ് വിട്ട് നിലനിർത്തുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. വെൽഡിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ഫില്ലർ റോഡും ടോർച്ചും 10 മുതൽ 15 ഡിഗ്രി കോണിലും 70 മുതൽ 80 ഡിഗ്രി വരെ വെൽഡ് ലൈനിലും പിടിക്കുന്നു.
ടാറ്റർ ഫില്ലാക്കി വെൽഡിംഗ് പൂർത്തിയാക്കുക. വെൽഡ് ബീഡിന്റെ റീഇൻഫോഴ്സ്മെന്റ് കറക്റ്റ് വിട്ട് നിലനിർത്തുന്നുവെന്ന് ചെക്ക് ചെയ്യുകയും വേണം. യൂണിഫോം ട്രാവൽ സ്പീഡിൽ സെക്കൻഡ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. വെൽഡ് ബീഡിൽ സർഫസ് ഡിഫക്ട്സുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇനി നമുക്ക് പോരായ്മകൾ നോക്കാം. ബ്ലോ ഹോൾസ്, എക്സസ് റീഇൻഫോഴ്സ്മെന്റ്, porosity, lack of penetration, ഹമ്പുകൾ. ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസിനുള്ള സുരക്ഷാ മുൻകരുതലുകൾ. പറഞ്ഞിട്ടുള്ളതിനേക്കാൾ ഉയർന്ന ഫ്യൂസ് ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇലക്ട്രിക്കൽ കണക്ഷൻസ് എല്ലാം ടൈറ്റ് ആണെന്ന് ഉറപ്പാക്കുക. ഓപ്പറേഷനിടയിൽ മെഷീൻ ഒരിക്കലും ഓപ്പൺ ചെയ്യരുത്. നല്ല വെന്റിലേഷൻ ഉറപ്പാക്കണം. ശരിയായ കളർ ലെൻസ് ഉപയോഗിക്കുക. ശരിയായ വസ്ത്രങ്ങൾ ധരിക്കുക. ഗ്രൈൻഡിംഗ് ചെയ്യുമ്പോൾ സേഫ്റ്റി ഗ്ലാസ് ധരിക്കുക. പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനങ്ങൾ വെൽഡ് ഏരിയയിൽ നിന്ന് മാറ്റിവെക്കണം. വെൽഡിംഗ് മെഷീൻ ശരിയായി എർത്ത് ചെയ്തിട്ടുണ്ടെന്ന് എല്ലായ്പ്പോഴും ഉറപ്പാക്കണം. ലെഫ്റ്റ് വാർഡ് ഡയറക്ഷനൊപ്പം പോകുക. ടോർച്ചിന്റെ ശരിയായ ആംഗിളും ട്രാവൽ സ്പീഡും ഉപയോഗിച്ച് ഓവർ ഡെപ്പോസിഷൻ ഒഴിവാക്കുക. ലെഗ് ലെങ്ത് തുല്യവും കറക്റ്റ് സൈസിലുമാണോ എന്നറിയാൻ വെൽഡ് പരിശോധിക്കുക. നമ്മൾ ഇതുവരെ പഠിച്ചത് നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. 150 mm നീളം, 50 mm വീതിയും 1.6 mm കനവും അനുസരിച്ച് ഷീറ്റ് തയ്യാറാക്കുക. ടങ്സ്റ്റൺ ഇലക്ട്രോഡിന്റെയും ഫില്ലർ മെറ്റലിന്റെയും ടൈപ്പും വലിപ്പവും തിരഞ്ഞെടുക്കുക. പ്ലേറ്റ് ജോയിന്റായി സജ്ജീകരിച്ച് രണ്ടറ്റത്തും ടാക്ക് വെൽഡ് ചെയ്യുക. ലെഫ്റ്റ് വാർഡ് ഡയറക്ഷനിൽ വെൽഡ് ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽ ബീഡ് വൃത്തിയാക്കുക. വെൽ ബീഡിൽ സർഫസ് ഡിഫക്ട്സ് പരിശോധിക്കുക. ഗ്യാസ് ടങ്സ്റ്റൺ വെൽഡിംഗ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള അലുമിനിയം ഷീറ്റിലെ ടി ജോയിന്റ് ഫില്ലറ്റ് വെൽഡിന്റെ വെൽഡിംഗ് പ്രക്രിയ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം.